സമുദായങ്ങളിൽ നിന്നും ആയുസ്സിൽ ദൈർഘ്യം കുറഞ്ഞ സമുദായമാണ്. 60-70 കൊല്ലം, ചിലപ്പോൾ അതിനു മുമ്പേ പലരുടെയും ആയുസ് അവസാനിക്കുന്നു, ചിലർ 70 കടന്നു പോകുന്നു. എന്തായാലും ചുരുങ്ങിയ ഒരു കാലമാണ് ഈ ഒരു ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വസിക്കാൻ, കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. എന്നിരുന്നാലും മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ അവർ ചെയ്ത നന്മകളോളം എത്താൻ മാത്രം വലിയ അവസരങ്ങളും ഓഫറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. ചില കാലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, അത് ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും വമ്പിച്ച മഹത്തായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. കുറച്ചു കാലമാണ് ജീവിക്കുന്നതെങ്കിലും, കുറച്ചു കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അതിനൊക്കെ മഹത്തായ പ്രതിഫലം കൊണ്ട് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ ചെയ്തു വെച്ച ആ മഹത്തായ പ്രതിഫലത്തോളം, അവരുടെ സൽക്കർമ്മങ്ങളിലൂടെ അവർ നേടിയെടുത്ത പ്രതിഫലത്തോളം എത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത നൽകിയ ഒരു സമയമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 സുദിനങ്ങൾ എന്നുള്ളത്. നമ്മൾ ദുൽഖഅദ 27-ലാണുള്ളത്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സുദിനങ്ങളെക്കുറിച്ച്, ആ സുദിനങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിൽ വലയാലിൽ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 10 സുദിനങ്ങളെ സത്യം ചെയ്ത് പറയുകയുണ്ടായി. അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ സത്യം ചെയ്യുന്നതിലൂടെ തന്നെ ആ ദിവസങ്ങളുടെ പ്രത്യേകത വ്യക്തമാണ് എന്നതാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുദിനങ്ങളെ കുറിച്ച് പറഞ്ഞത് അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിലെ ഏറ്റവും മഹത്തായ സുദിനങ്ങളെന്ന്. ദുനിയാവിലെ സുദിനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ സുദിനങ്ങളാണ് ഈ 10 സുദിനങ്ങൾ എന്നുള്ളത്. സഹോദരന്മാരെ, എത്രത്തോളം പ്രത്യേകതയാണ് അപ്പോൾ ഈ സുദിനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുകയാണ്, റമളാനിലെ 10 പകലുകളെക്കാളും, അവസാന 10 പകലുകളെക്കാളും ശ്രേഷ്ഠതയാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകൾക്കുള്ളത് എന്ന്. എന്നാൽ രാത്രിയെ അപേക്ഷിച്ച് റമളാനിലെ രാത്രിയാണ് ദുൽഹിജ്ജയിലെ രാത്രികളെക്കാളും, ആദ്യത്തെ 10 രാത്രികളെക്കാളും മഹത്വമുള്ളത് റമളാനിലെ അവസാനത്തെ 10 രാത്രികളാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുകയാണ്. മഹാനായ അല്ലാമ ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുകയാണ്, രാത്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റമളാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് മഹത്വമുള്ളത്. കാരണം അതിൽ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നതാണ്. എന്നാൽ പകലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകൾക്കാണ് മഹത്വമുള്ളത്. കാരണം അതിൽ യൗമു അറഫയും, അറഫ സുദിനവും യൗമുൻ നഹർ ഉണ്ട് എന്നതാണ്. സഹോദരന്മാരെ, വലിയ മഹത്വങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുദിനങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുകയാണ്, റമളാനിൽ നമ്മൾ നിർവഹിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തെക്കാളും അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം, പ്രതിഫലം ഈ ദുൽഹിജ്ജയിൽ നമ്മൾ നിർവഹിക്കുന്ന 2 റക്അത്തിന് ഉണ്ട് എന്നതാണ്. പലപ്പോഴും അദ്ദേഹം പറയുകയാണ്, സാധാരണക്കാരായ ആളുകൾക്ക് പലർക്കും ഇത് അറിയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ജനങ്ങളെ ഇത് പഠിപ്പിക്കണമെന്നതാണ്. നമ്മൾ ബാക്കിയുള്ള മാസങ്ങളിൽ, ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് പല ആളുകളും ദുൽഹിജ്ജയിലെ 1ാമത്തെ സുദിനം മുതൽ അവസാനത്തെ സുദിനം വരെ കടന്നു പോകുന്നത്. മറ്റുള്ള മാസങ്ങളിൽ നിന്നും, മറ്റുള്ള ദിവസങ്ങളിൽ നിന്നും അവരുടെ കർമ്മങ്ങൾക്കോ അവരുടെ പ്രവർത്തനങ്ങൾക്കോ പ്രത്യേകിച്ച് മാറ്റങ്ങളോ, പ്രത്യേകിച്ച് കൂടുതലായുള്ള കർമ്മങ്ങളോ ഈ ദുൽഹിജ്ജയിൽ അവർ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മഹത്വങ്ങൾ അവർ കാണുകയോ ചെയ്യാറില്ല. റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങും. റമളാനിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ, അതല്ലാത്ത മാസങ്ങളിലും ദിവസങ്ങളിലും ഇല്ലാത്ത അനേകം സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോൾ അതിനെക്കൊണ്ട് അശ്രദ്ധരായതുകൊണ്ടും ആ ദുൽഹിജ്ജ മാസയുടെ മഹത്വത്തെക്കുറിച്ചും അതിൽ ആദ്യത്തെ 10 സുദിനങ്ങളിലെ മഹത്വത്തെക്കുറിച്ചും അല്ലാഹു നൽകിയ ഓഫറുകളെ കുറിച്ചും അറിവില്ലായ്മയുടെ പേരിൽ അതിലെ വമ്പിച്ച പ്രതിഫലങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഈ
ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 സുദിനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ മറ്റു സുദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാളും ശ്രേഷ്ഠകരമാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, വലൽ ജിഹാദു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആ ജിഹാദും ഇതിനേക്കാളും മഹത്തരമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഇല്ലാ റജുലുൻ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ലം യർജിഅ ബിശൈഇൻ. ഇല്ല, ജിഹാദിനും ഇതിനേക്കാളും മഹത്വമില്ല. എന്നാൽ ഒരാൾ തന്റെ സമ്പത്തും ശരീരവുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും എന്നിട്ട് അത് രണ്ടും മടക്കി കൊണ്ടുവരാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചവനാണെങ്കിൽ അവന് ഇതിനേക്കാളും മഹത്വം ലഭിക്കുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, ഈ ഒറ്റൊരു ഹദീസിലൂടെ തന്നെ ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 സുദിനങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ മഹത്വം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഫ്ളലു മിൻ ഹാദിഹി. ഈ സുദിനങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ പരിശുദ്ധമായതും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ മറ്റൊരു സുദിനങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ ബാക്കിയുള്ള സുദിനങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ പരിശുദ്ധവും പ്രതിഫലങ്ങളേറെ ലഭിക്കുന്നതുമാണ്. അപ്പൊ ഈ സുദിനങ്ങളിൽ നമ്മൾ ഏത് പ്രവർത്തനം പ്രവർത്തിച്ചാലും, ഏതൊരു നന്മ ചെയ്താലും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് സാധാരണ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലമല്ല, മറിച്ച് അതിനേക്കാളും ഇരട്ടി പ്രതിഫലങ്ങൾ ഈ സുദിനങ്ങളിലെ നമ്മുടെ ഏതൊരു നന്മയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു എന്നതാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഈ സുദിനങ്ങളിൽ, ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹി. ഈ സുദിനങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയങ്കരമായ മറ്റൊരു സുദിനങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ, അവന്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയങ്കരമായ സുദിനങ്ങളാണ് ഈ സുദിനങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധരായി ഈ സുദിനങ്ങൾ ഒരിക്കലും നമ്മളിലൂടെ കടന്നു പോകാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി ഈ സുദിനങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് ആ സുദിനങ്ങളിലേക്ക് പ്രവേശിക്കാനും നന്മകൾ അധികരിപ്പിക്കാനും തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, പലപ്പോഴും നമ്മൾ നിസാരമായി കണ്ടുകൊണ്ട്, അള്ളാഹു നൽകിയ ഓഫറുകളെ നിസാരമായി കണ്ടുകൊണ്ട് ആ ഓഫറുകളെ അശ്രദ്ധയോടുകൂടി കഴിഞ്ഞുപോയി അവസാനം മരണം വരുമ്പോഴായിരിക്കും നമ്മൾ കേറിക്കുണ്ടാവുക. നമ്മുടെ പരലോകത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യം ഈ അമലു സ്വാലിഹാത്തുകൾ മാത്രമാണ്. അള്ളാഹു നൽകിയ ഈ ഓഫറുകൾ മാത്രമാണ്. നമ്മുടെ സമ്പത്തോ, നമ്മുടെ അധികാരമോ, നമ്മുടെ ദുനിയാവിലെ മറ്റെന്ത് സൗകര്യങ്ങളും നമ്മുടെ മക്കളൊന്നും നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുകയില്ല. മരിച്ച ഖബറിലേക്ക് നമ്മളെ കൊണ്ടുവച്ചാൽ പിന്നെ നമുക്ക് അവിടെ ഉപകാരപ്പെടുക നമ്മൾ ഇവിടെ ചെയ്തു വെച്ച ഈ നന്മകൾ മാത്രമാണ്. നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന സമയത്ത് തിന്മയെങ്ങാനും ഒരു അണുമണി തൂക്കം കൂടിപ്പോയാൽ നമ്മൾ നഷ്ടക്കാരാണ്. പിന്നെ നമ്മൾ നരകത്തിലേക്കാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആ നന്മകൾ, ആ തിന്മകൾ, അവിടെ നമ്മൾ ശിക്ഷകൾ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതേസമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ നമ്മൾ പ്രവർത്തിച്ചവരാണ്. അതേസമയം ഒരു നന്മ, ഒരു അണുമണി തൂക്കം, ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അതോടൊപ്പം തന്നെ നന്മകളും ചെയ്ത് ഒരു അണുമണി തൂക്കം നന്മ ആ നന്മയുടെ തുലാസിൽ അധികരിച്ചാൽ പിന്നെ നമ്മുടെ തിന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുകയാണ്. ആ ഒരു അണുമണി തൂക്കം നന്മ കൂടിയതിന്റെ പേരിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ചെയ്ത നന്മകൾ എത്രയാണ് അല്ലാഹു സ്വീകരിച്ചതെന്നറിയില്ല. നമ്മുടെ നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുമ്പോൾ നന്മ ഒരു അണുമണി തൂക്കമെങ്കിലും കൂടി നിൽക്കുമോ എന്ന് നമുക്കറിയില്ല. തിന്മ നമ്മൾ നിസാരമായി കണ്ടത് അല്ലാഹു എത്ര ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പരാജയമാണോ വിജയമാണോ എന്ന് മരിച്ചാലല്ലാതെ, പരലോകത്ത് നമ്മുടെ നന്മ തിന്മകൾ തൂക്കിക്കണക്കുമ്പോഴല്ലാതെ, അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമാകുമ്പോഴല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ കിട്ടുന്ന ഏതൊരു അവസരവും
ഗൗരവത്തോടുകൂടി ഉപയോഗപ്പെടുത്താൻ, അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഈ സുദിനങ്ങളിൽ നന്മകൾ അധികരിപ്പിക്കുക എന്നത് സുന്നത്താണ്. ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ സുദിനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എല്ലാ സുദിനങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഈ 10 സുദിനങ്ങൾക്കും ഇതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു ഇരട്ടി പ്രതിഫലം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ സുദിനങ്ങളിൽ നന്മകൾ അധികരിപ്പിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സലഫുകളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ നന്മകൾ അധികരിപ്പിക്കാൻ, ഈ സുദിനങ്ങളിൽ പ്രത്യേകമായി നന്മകൾ അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു എന്നതാണ്. സഹോദരന്മാരെ, എന്തൊക്കെ നന്മയാണ് നമ്മൾ ഈ സുദിനങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ടത്? എല്ലാ നന്മകളും ഈ സുദിനങ്ങളിൽ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ മഹത്വമുള്ള നന്മകൾക്ക് മുൻഗണന നൽകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമസ്കാരം. നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ സുന്നത്തുകളും അധികരിപ്പിക്കാൻ ഈ സുദിനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകളും രാത്രി നമസ്കാരങ്ങളും ഒക്കെ അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നോമ്പ്, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മഹത്വമുള്ളതാണ് നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 1 മുതൽ 9 വരെ നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പറഞ്ഞ ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പ്രവാചകൻ ഈ ദുൽഹിജ്ജയിലെ 9 നോമ്പെടുക്കുമായിരുന്നു എന്ന്. ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ദുൽഹിജ്ജ 9 എന്നത് അറഫ സുദിനം, അറഫയിലെ നോമ്പെടുക്കും എന്നതാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 സുദിനങ്ങൾ പ്രവാചകൻ നോമ്പെടുത്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നബി സല്ലല്ലാഹു ഒന്നാമത്തെ അഭിപ്രായമാണ് സ്വീകരിക്കുന്നതെങ്കിൽ പോലും പ്രവാചകൻ ദുൽഹിജ്ജ 9-നാണ് നോമ്പെടുത്തിരുന്നത് എന്നത് സ്വീകരിച്ചാൽ പോലും എല്ലാ പണ്ഡിതന്മാരും ഒരേപോലെ പറഞ്ഞതാണ്, ഈ 9 സുദിനങ്ങളും നോമ്പെടുക്കാവുന്നതാണ്. കാരണം ഏതൊരു പ്രവർത്തനത്തിനും ഈ സുദിനങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ മഹത്വമുള്ള നോമ്പ് ഈ 9 സുദിനങ്ങളിലും അനുഷ്ഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമുക്ക് പ്രയാസകരമല്ലാത്ത, നമുക്ക് സൗകര്യമുള്ള ഒരുപാട് നന്മകൾ ഉണ്ടാകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് ഒരു എളുപ്പമുള്ള കാര്യമായിരിക്കാം. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും സൗകര്യമുള്ള, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ദഅവ പ്രവർത്തനങ്ങളിൽ, അള്ളാഹുവിന്റെ മതപ്രബോധനങ്ങളിൽ വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ സൗകര്യമുള്ള, എളുപ്പമുള്ള ആളുകളുണ്ടാകും. ഓരോരുത്തരും അവരവരുടെ അവസ്ഥകൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് എളുപ്പമുള്ള കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നത് നമുക്ക് ഈ ഒരു സുദിനങ്ങളെ ഉപയോഗപ്പെടുത്താൻ സൗകര്യമായി തീരും. കാരണം നമ്മൾക്ക് എളുപ്പമാണ് എന്നതുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങളെ ഒരിക്കലും ഒട്ടും കുറയ്ക്കുകയില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അങ്ങനെ അധികരിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകമായി നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഈ സുദിനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അധികരിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഫഅക്സിറു ഫീഹിന്ന തഹ്ലീല വത്തക്ബീറ വത്തഹ്മീദ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കണം. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ അധികരിപ്പിക്കണം. അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ഈ സുദിനങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായി അധികരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 10 സുദിനങ്ങൾ തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളുമായി നമ്മുടെ നാവുകൾ എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാവ് കൊണ്ട് ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത് ആർക്കും എളുപ്പമുള്ള കാര്യമാണ്. മറ്റുള്ള പ്രവർത്തനങ്ങൾ പോലെ ഒരുപാട് അധ്വാനങ്ങൾ വേണ്ട പ്രവർത്തനമല്ല ഇബാദത്തിന്റെ ദിക്റുകൾ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ള, ആർക്കും എപ്പോഴും എവിടെ നിന്നും ചൊല്ലാൻ കഴിയുന്നതാണ്. അള്ളാഹുവിന്റെ അടുക്കലാകട്ടെ വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ എവിടെയാണെങ്കിലും, ജോലി തിരക്കിലാണെങ്കിലും, പഠനത്തിലാണെങ്കിലും, മറ്റേത് മേഖലകളിലാണെങ്കിലും ഈ തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും അധികരിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ പ്രത്യേകമായി തക്ബീറുകൾ സ്വഹാബാക്കളും സലഫുകളുമെല്ലാം ദുൽഹിജ്ജ 1 മുതൽ 10 വരെ പ്രത്യേകം, പിന്നെ 13 അസ്ർ വരെ, മഗ്രിബ് വരെ അധികരിപ്പിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ദുൽഹിജ്ജ 1 വന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങാടികളിലേക്ക്
തക്ബീറിന്റെ വഴിതനുകളുമായി നടന്നു പോകുമായിരുന്നു എന്നാണ്. അവരുടെ തക്ബീറുകൾ കേട്ട് അങ്ങാടിയിൽ കച്ചവടത്തിരക്കിലായിരിക്കുന്ന സ്വഹാബാക്കൾ അവരുടെ തക്ബീറുകൾ കേട്ട് ഓർമ്മ വന്ന് അങ്ങനെ തക്ബീറുകൾ മുഴക്കുമായിരുന്നു എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവും അങ്ങാടിയിൽ കച്ചവടം ചെയ്യാനല്ല, മറിച്ച് ആളുകളെ ഓർമ്മപ്പെടുത്താൻ അങ്ങനെ തക്ബീറുകളുമായി പോയിരുന്നു എന്നത് പറയുമ്പോൾ തന്നെ സഹോദരന്മാരെ, എത്രത്തോളം പ്രാധാന്യമാണ് ഈ സുദിനങ്ങളിൽ തക്ബീറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് യൗമ അറഫ, അറഫ സുദിനത്തിലെ ഫജ്ർ മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ അസ്ർ നമസ്കാരം വരെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും സ്വഹാബാക്കൾ തക്ബീർ ചൊല്ലിയിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ യൗമ അറഫ സുദിനം ഫജ്ർ മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ സുദിനം വരെ, അഥവാ ദുൽഹിജ്ജ 13 അസ്ർ നമസ്കാരത്തിന് ശേഷം വരെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീറുകൾ പ്രത്യേകമായി ചൊല്ലുന്നതും സ്വഹാബാക്കളുടെ പഠിപ്പിച്ചതായി നമുക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു പോലെയുള്ള സ്വഹാബാക്കൾ ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ പ്രത്യേകമായി അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവാചകനിൽ നിന്ന് മാതൃകയെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ സഹോദരന്മാരെ, അങ്ങനെ തക്ബീറുകൾ പ്രത്യേകിച്ച് ഈ അവസാനത്തെ 5 സുദിനങ്ങളിൽ നമസ്കാരങ്ങൾക്ക് ശേഷം നിർവഹിക്കുമ്പോഴും അതുപോലെ തന്നെ 5 സുദിനങ്ങളിൽ പ്രത്യേകമായി തക്ബീറുകൾ നിർവഹിക്കുമ്പോഴും ഒക്കെ നമ്മൾ അവിടെ ഒരു കൂട്ടമായി ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, ബാക്കിയുള്ളവരെ എത്തിച്ചൊല്ലുന്നു. ആ ഒരു രൂപം നമുക്ക് സുന്നത്തിൽ കാണാൻ സാധ്യമല്ല, ശരിയായ നടപടിയുമല്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഉച്ചത്തിൽ ചൊല്ലുക എന്നുള്ളതാണ്. അത് ഒരുമിച്ച് വരുമ്പോൾ പ്രശ്നമുള്ളതല്ല. അതേസമയം ഒരാൾ പറഞ്ഞ് ബാക്കിയുള്ളവരെ എത്തിച്ചൊല്ലുന്ന രൂപം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവാചക നടപടിയല്ല എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. സഹോദരന്മാരെ, ഈ നിലക്ക് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഈ സുദിനങ്ങളിൽ കടന്നു വരുമ്പോൾ തന്നെ ശ്രദ്ധയോടുകൂടി ഈ സുദിനങ്ങളിലേക്ക് പ്രവേശിക്കാനും നന്മകൾ അധികരിപ്പിക്കുവാനും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.